ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ക്രാഫ്റ്റ് വർക്ക് ഫ്ലവർ ബഡ്സ് ഉപയോഗിച്ചാണ്. ഇത് ത്രെഡ് ഹൗസിൽ നിന്നും വാങ്ങാൻ സാധിക്കും. ചില ഫാൻസി ഷോപ്പിലും ഉണ്ടാകും. ഫ്ലവർ ബഡ്സ് ഉപയോഗിച്ച് ഒരു വർക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയാലോ? ഫ്ലവർ ബഡ്സ് ചെറിയ കെട്ടുകളായിട്ടാണ് ഉണ്ടാവുക. 2 കെട്ടുകൾ ഒന്നിച്ചാക്കി ഒരു കമ്പി വെച്ച് ഇതുപോലെ കെട്ടിക്കൊടുക്കാം. കെട്ടിയതിന് ശേഷം ഫ്ലവർ ബഡ്സ് ഇതുപോലെ മടക്കി കൊടുക്കാം. അതിനുശേഷം ഒരു ത്രെഡ് ഉപയോഗിച്ച് ഇതുപോലെ കെട്ടിക്കൊടുക്കാം. ത്രെഡ് കെട്ടുമ്പോൾ നല്ലതുപോലെ ടൈറ്റാക്കി കെട്ടിക്കൊടുക്കണം. ഒരു ലീഫ് കൂടി വെച്ചു കൊടുക്കാം. ലീഫ് ഉണ്ടാക്കാൻ ഞാനിവിടെ ഫോം ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. ഫോം ഷീറ്റ് ഇല്ലെങ്കിൽ ഗ്രീൻ കളർ പേപ്പറോ പ്ലാസ്റ്റിക് കവറോ ഉപയോഗിക്കാം. ലീഫിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഫ്ലവർ ബഡ്സിൽ വെച്ച് ഗ്രീൻ ടാപ്പ് കൊണ്ട് ചുറ്റിക്കൊടുക്കാം. ലീഫ് ഇല്ലാതെയും ഉണ്ടാക്കാം. ലീഫ് ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാകും. കൂടുതൽ ഭംഗിക്ക് വേണ്ടി ഫ്ലവർ ബഡ്സിൻ്റെ മുകളിൽ ഗ്ലിറ്റർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ 3D ഔട്ട്ലൈനർ ഉപയോഗിക്കാം. ഇതും ഫാൻസി ഷോപ്പിൽ നിന്നും ത്രെഡ് ഹൗസിൽ നിന്നും വാങ്ങാൻ സാധിക്കും. 3D ഔട്ട്ലൈനർ ഗോൾഡ്, സിൽവർ പല കളറിലും ഉണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അപ്ലൈ ചെയ്യാം. ത്രീ ഡി ഔട്ട്ലൈനർ അപ്ലൈ ചെയ്ത ശേഷം കുറച്ച് സമയം ഡ്രൈ ആകാൻ വയ്ക്കണം. ഡ്രൈ ആയാൽ ഇതുപോലെയുണ്ടാകും. എല്ലാ ഫ്ലവർ ബഡ്സും ഇതുപോലെ ചെയ്തതിന് ശേഷം ഒരു കമ്പിയോ സ്റ്റിക്കോ എടുത്ത് അതിന് മുകളിൽ ഗ്രീൻ ടാപ്പ് ചുറ്റിക്കൊടുക്കാം. ഗ്രീൻ ടാപ്പ് ചുറ്റിയതിന് ശേഷം ഓരോ ഫ്ലവർ ബഡ്സും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിന് മുകളിൽ സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത ശേഷം പോട്ടിലേക്കും സെറ്റ് ചെയ്യാം. ഈ വർക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ?
നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.